ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഏറ്റവും പുതിയ സിനിമ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ റീലൊക്കെ ചെയ്യുന്ന അമീൻ ആൻഡ് ടീം അവരും ഈ സിനിമയ്ക്കകത്തുണ്ട്. സോഫിയ പോളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് അവരുടെ പ്രൊഡക്ഷനിൽ വന്ന സിനിമയാണ്. ഡയറക്ടേഴ്സ് ഞാൻ നോക്കിയപ്പോൾ 2 പേരാണ് കണ്ടത്. ഒന്ന് ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ, പിന്നെ രാഹുൽജി. 2 ഡയറക്ടേഴ്സ്. അവരുടെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 2ാമത്തെ സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ 2ാമത്തെ സിനിമ. ആദ്യത്തെ മിന്നൽ മുരളി, പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അവരുടെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 2ാമത്തെ സിനിമ. സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊരു ക്രൈം ത്രില്ലറാണ്, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഉറപ്പായിട്ട് ഞാൻ പറയും, നമ്മുടെ ധ്യാന്റെ കുറെ കാലത്തിന് ശേഷം വന്ന നല്ലൊരു സിനിമ. ഇതിൽ ധ്യാന്റെ കഥാപാത്രം ഉജ്ജ്വലൻ, ആ ക്യാരക്ടർ ധ്യാൻ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല രസകരമായിട്ട് തന്നെ ആ ക്യാരക്ടർ ധ്യാൻ ചെയ്തിട്ടുണ്ട്. അതിന് കോമഡി ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു ഡിറ്റക്റ്റീവ് പരിപാടികളൊക്കെ ധ്യാൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ തുടർച്ചയായിട്ട് നടക്കുന്ന കൊലപാതകങ്ങൾ, അതായത് സീരിയൽ കില്ലിങ്, അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ധ്യാന്റെ കുറെ കാലത്തിന് ശേഷമുള്ള ഒരു നല്ല സിനിമ, നല്ല അഭിനയം കാണാൻ പറ്റിയത് എനിക്ക് ഈ സിനിമയിലായിരുന്നു. ഇതൊരു ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. പടം 2 മണിക്കൂർ 4 മിനിറ്റാണ് ഡ്യൂറേഷൻ. നമുക്ക് ഒരു സ്ഥലത്തും ലാഗില്ലാതെ നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് ഞാൻ സിനിമ കണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫിനേക്കാൾ കുറച്ചുകൂടി സെക്കൻഡ് ഹാഫാണ് ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നത്. എനിക്ക് ആകെപ്പാട് ഈ സിനിമയ്ക്കകത്ത് ഒരു ചെറിയൊരു പോരായ്മ എന്താ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ സെക്കൻഡ് ഹാഫിലൊരു ഫ്ലാഷ് ബാക്ക് സീൻ ഉണ്ട്, ഒരു സ്റ്റോറി. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും. അതാണ് എനിക്കൊരു ചെറിയൊരു പോരായ്മ, ഇച്ചിരി വർക്കാവാതെ പോയത് ഈ സിനിമയിൽ. അത് മാത്രമായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കി വിട്ടാലും ഓവറോൾ എനിക്കൊരു നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമ കണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ പറയും, നിങ്ങൾ ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം ഈ സിനിമ. അതിനുള്ള എന്തായാലും നമുക്ക് നിരാശ സമ്മാനിക്കില്ല. അതുപോലെ തന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ സിജു വിൽസന്റെ ക്യാരക്ടർ പോലീസുകാരനാണ്. എന്തോ ശംഭു എന്തോ മറ്റാണ് പേര്. ആളുടെ ഇൻട്രോയ്ക്ക് ആളുടെ പേരും കാര്യങ്ങളും കണ്ടപ്പോൾ ഇതുപോലെ കോമഡി റോളാണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അല്ല, ആള് കിടിലൻ റോളായിരുന്നു. സിജു വിൽസന് അടിപൊളി റോളായിരുന്നു. പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സിജു വിൽസന്റെ ഇതിന്റെ ക്ലൈമാക്സിലൊരു ഫൈറ്റും പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ധ്യാനും അടിപൊളിയുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മുടെ അമീൻ ആൻഡ് ടീം അവരും ഈ സിനിമയ്ക്കകത്തുണ്ട്. അവര് കിട്ടിയ റോള് കുഴപ്പമില്ല. അവരുടെ ഈ ഇൻസ്റ്റയിലെ റീല് പോലത്തെ കുറെ കോമഡികളും പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ പടത്തിന്റെ ആ ഒരു ഒടുക്കിനനുസരിച്ച് സൈഡിലൂടെ പോകുന്നുണ്ട്. അതും നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എനിക്ക്. എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു, ത്രില്ലർ സിനിമകൾ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഒന്ന് പോയി കണ്ടു നോക്ക്. നിങ്ങൾക്ക് എന്തായാലും നിരാശ സമ്മാനിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഒരു ത്രില്ലർ സിനിമ കാണുന്ന മോഡിൽ പോയാൽ നിങ്ങൾക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക.